നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ പ്രൊഫഷണൽ ആൻസർ കീയൊക്കെ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേരൊക്കെ നോക്കിക്കാണും. എനിക്ക് ആൻസറിൽ ഞാൻ ആദ്യം നമ്മുടെ സൈലം ഇട്ട ആൻസർ കീ, മൻസൂർ അലി സാർ ഇട്ട ആൻസർ കീയാണ് നോക്കിയത്. അപ്പോൾ എനിക്ക് അതിൽ നിന്ന് കുറച്ചൊരു സ്ലൈറ്റ്ലി ഒരു ചെറിയൊരു ചേഞ്ച് കൂടിയിട്ടുണ്ട്, കുറച്ചൊന്നും കൂടിയിട്ടുണ്ട് മാർക്ക്, അത്രേ ഉള്ളൂ. പിന്നെ ഇത് പ്രൊഫഷണൽ കീ ആണ്, നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. കുറച്ച് ദിവസം കൂടെ കഴിയുമ്പം, ഒരു 2 ആഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മളെ ഫൈനൽ കീ വരും. ഫൈനൽ കീ വരുമ്പോഴേ നമുക്ക് നമ്മുടെ മാർക്കിനെ പറ്റിയിട്ട് കൃത്യമായിട്ടൊരു രൂപം കിട്ടത്തുള്ളൂ. അതായത് എത്ര ഡിലീഷൻ പോകുന്നു, എത്ര ആൻസർ ചേഞ്ച് വരുന്നു, അതനുസരിച്ചിരിക്കും നമ്മുടെ മാർക്ക്. അപ്പോൾ ഈ പ്രൊഫഷണൽ കീ വെച്ച് പറയുന്ന മാർക്ക് ഒരു ഗ്യാരണ്ടി ഇല്ലാത്തൊരു മാർക്കാണ്. കുറയാനും കൂടാനും ചാൻസ് ഉള്ള, കൂടുതൽ പേർക്കും കുറയുകയാണ് ചെയ്യുന്നത്. എനിക്കെപ്പോഴും ഫൈനൽ കീ വരുമ്പോൾ പ്രൊഫഷണൽ കീ നോക്കി വയ്ക്കുന്നതിനേക്കാട്ടി കുറേ ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ പിന്നെ നമുക്ക് തെറ്റായിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടുതലും അങ്ങ് ഡിലീറ്റഡ് ആയി പോകണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് വ്യത്യാസം വരും, കുറച്ച് കൂടുതൽ മാർക്ക് കിട്ടും, അത്രേ ഉള്ളൂ. എനിക്കങ്ങനെ ഇതുവരെ സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ എൻ്റെ മാർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 77 സംതിങ് ആണ്. 77 സംതിങ് ആണ് എനിക്കിപ്പം കിട്ടിയിരിക്കുന്ന മാർക്ക്. സെക്രട്ടേറിയറ്റ് നോക്കി പ്രൊഫഷണൽ കീ അനുസരിച്ചിട്ട്, ഇതെൻ്റെ ഫൈനൽ മാർക്ക് അല്ല ഒരിക്കലും. ഫൈനൽ കീ അനുസരിച്ചിരിക്കും എത്ര ആയിരിക്കണം മാർക്ക്, എത്ര ആണ് മാർക്ക് എന്നുള്ളത് ഫൈനൽ കീ അനുസരിച്ചിരിക്കും. അപ്പോൾ കുറേ പേര് എനിക്ക് പേഴ്സണലായിട്ടും ഗ്രൂപ്പിലുകളിലും ഒക്കെ മാമിന് എത്ര ഉണ്ട് മാർക്കെന്നും പറഞ്ഞു. പിന്നെ ഇതിൽ എൻ്റെ കഴിഞ്ഞ വീഡിയോയ്ക്ക് ഒക്കെ കുറേ കമൻറ്റ് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. പ്രൊഫഷണൽ അനുസരിച്ചിട്ട് 77 സംതിങ് ആണ് ഇപ്പം സെക്രട്ടേറിയറ്റ് OA മെയിൻസിൽ എൻ്റെ മാർക്ക്. ഇതിനേക്കാട്ടി കൂടുതൽ സ്കോർ ചെയ്ത ഒരുപാട് പേരുണ്ട്, കുറവ് സ്കോർ ചെയ്തവരും ഉണ്ട്. അപ്പം കൂടുതൽ സ്കോർ ചെയ്തവരൊക്കെ വളരെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് നല്ലൊരു മാർക്കിൽ എത്തിച്ചേർന്നവർ, അവർക്ക് കൺഗ്രാജുലേഷൻസ്. കുറവ് സ്കോർ ചെയ്തവരോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വ്യക്തമാക്കിയിരുന്നു. അതായത് ഇനി അതിനെ പറ്റിയിട്ട് ആലോചിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ ആലോചിക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, എവിടാണ് പാളിപ്പോയത്, എന്താണ് പറ്റിയത്, അത് നിങ്ങൾ അതിനെപ്പറ്റി ആലോചിക്കണം. അതായത് അടുത്ത ഒരു BSc എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു എക്സാമിന് നിങ്ങൾക്ക് പറ്റിപ്പോയ തെറ്റുകളെ പറ്റിയിട്ട് നിങ്ങൾ ബോധവാന്മാരായിരിക്കണം. ആ തെറ്റുകൾ തിരുത്തിക്കൊണ്ടായിരിക്കണം നിങ്ങളുടെ അടുത്ത എക്സാമിനുള്ള പ്രിപ്പറേഷൻ. അതായിരിക്കണം നിങ്ങൾക്ക് ഈ എക്സാം കൊണ്ടുള്ള പ്രയോജനം. അല്ലാതെ മാർക്കും കുറഞ്ഞു പോയെന്ന് ആലോചിച്ച് വിഷമിച്ചിട്ട് യാതൊരു കാര്യവും ഇല്ല. അപ്പോൾ അടുത്ത എക്സാമിന്, ഈ ഒരു എക്സാമിന് പറ്റിയ പാളിച്ച ആ ഒരു അപാകതകളെല്ലാം നികത്തിക്കൊണ്ട് നിങ്ങൾ അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കുക. പിന്നെ നമ്മുടെ ലാബ് അസിസ്റ്റൻ്റ് ക്രാഷ് കോഴ്സ് ഇന്നലെ വളരെ സക്സസ്ഫുള്ളായിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ പറയാത്തൊരു കാര്യം കൂടെ ഞാൻ പറയുകയാണ്. ഡിസ്ക്രിപ്ഷൻ എന്ന് വെച്ചാൽ ഞാനിതിൻ്റെ ഡീറ്റെയിൽസ് ഇട്ടപ്പം ന്യൂ SCRTയും കൂടെ, നമ്മൾ ന്യൂ SCRT 5, 7, 9 ക്ലാസ്സുകളിലെ സോഷ്യൽ സയൻസും സോഷ്യൽ സയൻസും കൂടെ ഞാൻ ഇതിൽ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. അത് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല, പക്ഷെ അതും കൂടി ഇപ്പം നമ്മൾ ടൈം ടേബിളിൽ ഇൻക്ലൂഡഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ അന്നന്ന് പഠിച്ച ടോപ്പിക്കുകളുടെ പോൾസ് അന്ന് രാത്രി തന്നെ ഉണ്ടായിരിക്കുന്നതായിരിക്കും ചാറ്റ് ഗ്രൂപ്പിൽ. അപ്പം അതും കൂടെ പറയുകയാണ്. അപ്പോൾ ലാബ് അസിസ്റ്റൻ്റ് ക്രാഷ് കോഴ്സിൽ ഇനിയും ചേരാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും ഈ ഒരു വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റായിട്ട് ഞാൻ പിൻ ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം നോക്കിയിട്ട് എത്രയും പെട്ടെന്ന് ആ ഒരു കോഴ്സിലേക്ക് വരിക. അപ്പം ഇപ്പോൾ കഴിഞ്ഞ 10th മെയിൻസിൻ്റെ ക്രാഷ് കോഴ്സ് ഉണ്ടായിരുന്നു. അതിലും എനിക്ക് കുറേ പോസിറ്റീവായിട്ടുള്ള മെസ്സേജസ് ഒക്കെ വന്നു. ഒരുപാട് ഹെൽപ്ഫുള്ളായിരുന്നു മാമിൻ്റെ ക്ലാസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. നമ്മൾ ചെയ്തതിനൊരു ഫലം ഉണ്ടല്ലോ എന്ന് ആലോചിച്ചപ്പോൾ. അപ്പം അതൊക്കെ കണ്ടപ്പോൾ വളരെ സന്തോഷമായി. ഇപ്പോൾ ലാബ് അസിസ്റ്റൻ്റ് കോഴ്സിലും ആരും ഇനി വൈകിക്കരുത്, ഇനി ടൈമില്ല. ഇപ്പം ഇനിയും കൂടെ ഒരു 10-28 ദിവസവും കൂടെ ഉള്ളൂ ലാബ് അസിസ്റ്റൻ്റ് മെയിൻ എക്സാമിനായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും ആ കോഴ്സിലേക്ക് വരിക. നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒരു ബൂസ്റ്റപ്പ് ആയിരിക്കും ആ ഒരു കോഴ്സിൽ നിന്ന് കിട്ടുക. ഓക്കെ, അപ്പം എല്ലാവരും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്നതും കമൻറ്റിൽ കൊടുത്തിരിക്കുന്നതും ഡീറ്റെയിൽസ് ഒക്കെ ചെക്ക് ചെയ്ത് എത്രയും പെട്ടെന്ന് ലാബ് അസിസ്റ്റൻ്റ് കോഴ്സിലൊക്കെ ജോയിൻ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ മാർക്ക്, ഞാൻ പ്രൊഫഷണൽ വന്ന വീഡിയോ ഇടാൻ നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. ബൈ ബൈ.